വാർദ്ധക്യവും ക്ഷീണവും പ്രതികൂല കാലാവസ്ഥയോടുമെല്ലാം പോരാടി നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി നടന്നു നീങ്ങുന്ന ദൃശ്യം കാഴ്ചക്കാർക്ക് പോലും അത്ഭുതമുളവാക്കുന്നു. ആശ്രിതവത്സലനേ പരിശുദ്ധ താദാ പാവനനാം ഗുരുവേ. മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ പുനരൈക്യ ശില്പി ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഖബറിനെ ലക്ഷ്യമാക്കിയാണ് ഈ തീർത്ഥാടന പദയാത്ര. പെരുന്നാട്ടിലെ കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ആപത്തും അനർത്ഥവും കൂടാതെ നമ്മെ സംരക്ഷിച്ച് ഈ രണ്ടാം ദിവസം സന്തോഷത്തോടെ പൂർത്തിയാക്കുന്നതിന് ദൈവം കരുണ ചെയ്തല്ലോ. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡൽഹി ഗുഡ്ഗാവ് ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസും ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസും പദയാത്രയിലുണ്ട്. വൈദികരും സന്യസ്തരുമടക്കം കാഷായ വസ്ത്രധാരികളായ നൂറുകണക്കിന് ആളുകളാണ് പ്രാർത്ഥനാ നിരതരായി യാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. ഏറ്റവും അധികം പ്രായമുള്ള തീർത്ഥാടകൻ 78 വയസ്സുള്ള ജോയി ചേട്ടനാണ്. 7 വർഷമായി കുമളിയിലെ അണക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുകയാണ്. ദൈവകൃപയാണ് തന്നെ വഴി നടത്തുന്നതെന്ന് ജോയി ചേട്ടൻ സൺഡേ ഷാലോമിനോട് പറഞ്ഞു. നല്ല വഴിയിൽ പോകുന്നതിന് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവുമില്ല. പിന്നെ മാരിക്കോരിയൊന്നും എനിക്ക് പിന്നെ ദൈവമായിട്ട് ഇങ്ങോട്ട് തരുന്നില്ല. എൻ്റെ എന്നാൽ തെന്നലുണ്ട്, പക്ഷേ വീഴുന്നില്ല. തന്നെയാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് എല്ലാം കൊണ്ട് ഞാൻ തെന്നലുണ്ട്. ദൈവത്തോടെടുത്ത് കഴിയുമ്പോൾ അതിന് ഒത്തിരി വ്യത്യാസം വരും. എല്ലാ രോഗങ്ങൾക്കും പകുതി ദൈവത്തോട് മുട്ടിപ്പായി പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ആശ്വാസവും ഒരു പിന്നെ ഒരു മനതൻ്റെയും ഒരു ധൈര്യവും കൊടുക്കും. രോഗത്തിനും കുറവ് കിട്ടും. കൊറോണയ്ക്ക് 5 വർഷം മുമ്പ് കൊറോണയ്ക്ക് മുമ്പേ 5 പ്രാവശ്യം പോയി. അത് ആ തുടർച്ചയായിട്ട് അടുപ്പിച്ച് വന്നു. കൊറോണ തുടങ്ങിക്കഴിഞ്ഞപ്പം 2-3 വർഷത്തേക്ക് ഇല്ലായിരുന്നു. ഭാര്യയും 4 മക്കൾ, പിന്നെ 10 കൊച്ചുമക്കൾ, അവരുടെ പിന്നെ മകളുടെ ഭർത്താവ് മരിച്ചു പോയി. പിന്നെ 3 മക്കളെ അവരുടെ ഭാര്യമാരുമുണ്ട്. പിന്നെ അവർക്കാർക്കും ഒരു പിന്നെ നടപ്പിനെന്ന് പറഞ്ഞാൽ ഈ ഒറ്റയ്ക്കുള്ള ഈ പ്രായത്തിന് അനുസരിച്ച് ഇപ്പോൾ പോകാൻ അവർക്ക് വിസമ്മതം പറഞ്ഞു. ഞാൻ വിശ്രമിക്കേണ്ട, ഞാൻ ധൈര്യമായിട്ട് പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് അനുകൂലമായിട്ട് അവർ വന്നു. പത്തനംതിട്ട ബിഷപ്പ് സാമുവേൽ മാർ ഐറേനിയോസ്, കൂരിയ ബിഷപ്പ് ആന്റണി മാർ സിൽവാനോസ്, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ മാത്യൂസ് മാർ പോളികാർപ്പസ്, പത്തനംതിട്ട ഭദ്രാസനം പ്രഥമ അധ്യക്ഷൻ യുഹന്നോൻ മാർ ക്രിസോസ്റ്റം എന്നിവർ തുടക്കത്തിൽ പങ്കെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ പദയാത്രകൾ 14 വൈകുന്നേരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലേക്ക് മെഴുതിരി പ്രദക്ഷിണവുമായി എത്തിച്ചേരും. 15-നാണ് ധന്യന്മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്തായുടെ ഓർമ്മ പെരുന്നാൾ. മാറിവാനിയോ